ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രീം ലൈഫ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളിന് ശേഷം ഞങ്ങളുടെ ഡ്രീം ലൈഫിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഡാഡി പോലും നല്ല ഉറക്കാട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ നീച്ച് വിടുന്നപ്പോഴേക്കും അമ്മ നേരത്തെ നല്ലതായിട്ട് ഒരു 9:30 ആയിക്കഴിഞ്ഞു. സൺഡേ ആയിരുന്നു. നീച്ച് നമ്മളേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഞാൻ അതൊക്കെ നോക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് വീഡിയോ എടുക്കാൻ നോക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഗൈസ്. എൻ്റെ ഫേസ് കാണാല്ലേ, വെറും ഫോൺ മാത്രമേ കാണാറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ശരിക്കും വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ക്ലിയർ അല്ല. രാവിലെ എണീറ്റിട്ട് ഭയങ്കരമായിട്ട് ഞാൻ വൊമിറ്റ് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഒരു മറ്റേ ഒരു അലാറം പോലെ ഞാൻ വൊമിറ്റ് ചെയ്തിട്ടാട്ടോ എഴുതിയേക്കുക ഗൈസ്. അപ്പം എനിക്ക് നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ട് എനിക്ക് അലർജി പ്രോബ്ലം ഉള്ള കാരണമാണ്. അപ്പം ഞാൻ അതൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഒന്നും കേൾക്കാണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഒരു 9-9:30 ആയി. പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല. അമ്മ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. 10 മണിക്ക് ഗുഡ് മോർണിംഗ് പറയുന്ന ആക്കു ബേബി ഇരുട്ടാട്ടോ. പോയി ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. തല എവിടെ ആയിരുന്നു, കാല എവിടെ ആയിരുന്നു എന്നൊക്കെ. എന്ത് കണ്ടോ വീട്ടിൽ മെസ്സിയുടെ ഡ്രസ്സൊക്കെ ഇട്ടാ. സോറി, അർജന്റീനയുടെ അല്ലേ ഇത്? സോറി, നിന്റെടാ ഇത് ബ്രസീലിന്റെ. സോറി, ബ്രസീലിന്റെ ഡ്രസ്സൊക്കെ ഇട്ട്. ഹായ് ഹായ് പറ. ഗുഡ് മോർണിംഗ് പറ. നമ്മള് കൊറേ വീഡിയോസ് ഇട്ടിട്ട്. ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം പറ. ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് രാവിലെ പല്ല് വായ കേൾക്കാത്ത കാരണം ഗൈസ്, ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാട്ട് പാടിക്കൊടുത്ത രാവിലെ ഗൈസ്. ആ സ്റ്റെപ്പ് ഇല്ലുമിനായിട്ട് സ്റ്റെപ്പ് ഇവിടെ അടക്കില്ലേ മേമിക്ക് ഞാൻ ചെറുതെ ഇല്ലുമിനായിട്ട്. അതെ അതെ, നിന്റെ കുട്ടി ഇവിടെ പല്ല് വെച്ച് കുളിച്ചോളൂ. കുളിക്കേ, ഇന്ന് ഞായറാഴ്ച ഞങ്ങൾക്ക് വിളിക്കില്ല ഗൈസ്. ഇന്നൊരു സർപ്രൈസ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അതൊരു സർപ്രൈസ് വീഡിയോ. ഞാനറിയാതെ എന്ത് സർപ്രൈസ് വീഡിയോ ആയിട്ട് എടുക്കുള്ളൂ കേട്ടോ. ഞാനറിയാതെ എന്ത് സർപ്രൈസ് വീഡിയോ ഇവിടെ. എന്ത് സർപ്രൈസ് ആണ്? സീരിയസ് ആയിട്ട് ഇത് അറിയാത്ത കാര്യമാണ് സർപ്രൈസ്. എന്താ ഒറ്റയ്ക്ക് ചെയ്യാ ഗൈസ്? ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല അവൻ. ഇത് മതിയോ? അതാ പുട്ട് എന്ന് പറഞ്ഞു. പിന്നെന്താ എന്താ? ഓക്കെ ഗൈസ്, ഇപ്പൊ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. എന്താടാ, എന്താ പ്രശ്നം? എന്താണ് പറ, കാര്യം പറ. എന്താ പ്രശ്നം? പ്രശ്നം പറയേ, പ്രശ്നം പറയടാ. ഇത് നോക്കിട്ട് പ്രശ്നം പറ. എന്താ പ്രശ്നം? പ്രശ്നം ഇതാണ് കേട്ടോ, കാണിച്ചു കൊടുക്കാട്ടോ. ഇതാണോ പ്രശ്നം? ഇത് മുട്ടല്ലേ, അത് കഴിക്കില്ല കേട്ടോ. അത് മുട്ട ഉള്ളിൽ ഒരേ കളറല്ലേ, നാടൻ മുട്ടയെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അവന്റെ പ്രശ്നം. അത് ഞാൻ വെറുതെ നിങ്ങൾക്കൊന്ന് കാണിച്ചെടുക്കാൻ വേണ്ടതാണ്. ഈ 2 നൂൽപൂട്ടൊന്നും കഴിക്കില്ല, കറി ഒന്നും കഴിക്കില്ല. ഞാൻ വെറുതെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഇതിന് വെച്ചതേ ഉള്ളൂ. ഒരു നൂൽപൂട്ടും ഒരു മുട്ടയും, അതാണ് അവൻ കഴിക്കുന്നത്. അതായത് ഒരു പൊട്ട് മുട്ടയാണ് ഇപ്പൊ കഴിക്കുള്ളൂ. ഒരു മുട്ട ഉച്ചയ്ക്ക് ഫുഡിന്റെ കൂടെ കഴിക്കുക കേട്ടോ. ഓക്കെ, സന്തോഷമായോ? അമ്മ മുട്ട തൊഴിച്ചാണ്. പിന്നെ ഡാഡ കിടക്കുകയാണ്. ഇങ്ങനെയല്ലടാ പിന്നെ ഇങ്ങനെയാണ് കാണേ. പിന്നെ താഴെയൊന്നും കാണാ പിടിക്കാറിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. അമ്മ മുട്ട തൊഴിച്ചാണ്. ഡാഡ കിടക്കും, ഫോൺ കളിച്ചു. അമ്മമ്മ വർത്താനം പറയാൻ, അമ്മക്ക് പാട്ടും പിന്നെ എന്താ പരിപാടി?
പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതെങ്ങട് നോക്കണ്? എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറയാ, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. നൈറ്റ് വറുത്തിടാനാണ്. അമ്മയ്ക്ക് ഇന്ന് കുടുംബശ്രീ മീറ്റിംഗ് ഉണ്ട്. ബാക്കിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ പൈക്ക് വറുത്തിടാൻ പറഞ്ഞു കേട്ടോ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദ്ദേശിച്ചത് കഴിഞ്ഞു പോയി. ഏത് ഉൾപ്പെട്ട് കഴിക്കില്ല. എന്താ അവന് ദോശ കൈ കൊടുക്കാത്തപ്പോ? എന്തിനാണ് ഉൾപ്പെട്ട് നല്ല ഇഷ്ടം. രണ്ടെണ്ണം കഴിച്ചൂലോ നമുക്ക്. അപ്പം അതിനുശേഷം അക്കുവിന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുക്കള ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, അടിച്ചു വരിക, തുടക്കി അങ്ങനെയൊക്കെ കേട്ടോ. ബാക്കി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം എല്ലാം ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു പണികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ പണി ഇതന്നെ ഗൈസ്, അടിക്കി പെറുക്കി തുടയ്ക്കുക എന്നുള്ളത്. കാണണ്ടതാണ് ഫുൾ ഐറ്റംസാ. അങ്ങനെ ഏതെങ്കിലും ഉണ്ടാവും. ക്ലീൻ ആക്കിട്ട് കാണാം. ഗൈസ്, റൂം ഭയങ്കര ക്ലീൻ ആക്കി. ഇത് അങ്ങനെയൊന്നല്ല കേട്ടോ. ഇത് അക്കുവിൻ്റെ ഇത് വെക്കാനുള്ള തുണികൾ അത് എത്ര മടക്കി വെച്ചാലും ഇങ്ങനെ തന്നെയാണ്. ഇത് ബെഡ്ഷീറ്റ് രാവിലെ എടുക്കുന്നത്. ബാക്കിയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് റൂം. ഇത് തടിച്ചു. പക്ഷേ ഈ തടിയല്ലേ ഗൈസ് വിജോയ്ക്ക് ഭംഗി. നൂൽപുട്ടും ചിക്കൻ കറിയാണോ, ഉരുളൻകിഴങ്ങ് കറി. അപ്പം അങ്ങനെ ഉച്ചയായപ്പോഴാണ് നമ്മുടെ ഹസ്ബൻഡ് ഭക്ഷണം കഴിക്കണം. അപ്പം അതൊക്കെ എടുത്തു കൊടുത്തു. ഒന്നും ചെയ്യില്ല ഗൈസ്, ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മുറ്റം ഒന്ന് അടിച്ചു കിട്ടും. മുറ്റടിക്കേക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത പണിയാണ് ഗൈസ്. കാരണം ഈ മഴയത്ത് ഇങ്ങനെ കുഞ്ഞു ഇലകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ കണ്ണേട്ടൻ കഴിച്ച 2 പ്ലേറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ കഴുകി വെച്ചു. കൂടുതൽ പ്ലേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കണ്ണേട്ടനോട് പറയായിരുന്നു, ബോയ്സ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്യൊന്നുമില്ല കേട്ടോ, മടിയനാണ് ഗൈസ്. പിന്നെ പാവം പൊക്കോട്ടെ, ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ, പിന്നെ ഇപ്പം എന്തിനാ ചെയ്യണല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ തുടച്ചു കേട്ടോ ഗൈസ്. തുടക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ കണ്ണേനോട് പറയുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ഈ ഓടുന്നത് വേറെ എങ്ങോട്ടല്ല. എനിക്ക് എന്താണെന്ന് പറയുക, ഈ സൺഡേ എന്നല്ല, പ്രത്യേകിച്ച് ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ എന്തിൻ്റെയും സൗണ്ട് കേട്ടോ ഓടും. മീൻകാരൻ, ഫ്രൂട്ട്സുകാരൻ, ചെരുപ്പുകാരൻ, അങ്ങനെ ആരെയൊന്നുമില്ല, വെറുതെ ഒരു സൗണ്ട് ഇടും. അപ്പോൾ ഞാൻ എന്തോ സൗണ്ട് കേട്ടോ. അപ്പോൾ ഓടിയതാണ് കേട്ടോ. നോക്കുമ്പോൾ എന്തായിരുന്നു ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോളം കേട്ടോ. ഞാൻ വാങ്ങി വരുന്നത് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കണ്ണേട്ടൻ പൈസ കൊടുക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഏട്ടാ ഞാൻ വാങ്ങിയത്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞ 1/2 കിലോ മതി. അപ്പോൾ 1.5 കിലോ 50 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ 1.5 കിലോ വാങ്ങിക്കണം. 1.5 കിലോനൊക്കെ ഇപ്പോൾ ശരി, എൻ്റെ പൈസ അല്ലല്ലോ, അവൻ്റെ പൈസ അല്ലേ പോണ്. അല്ല 1.5 കിലോനൊക്കെ വാങ്ങി കാശ് വെച്ചപ്പോൾ ആ ദുഷ്ടം പറയാ ഗൈസ് എൻ്റെ കയ്യിലില്ല എന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോൺ തന്നെ എടുത്ത് കൊണ്ടുവന്നു ഗൈസ്. അങ്ങനെ കൊടുത്തു. എന്താ ചെയ്യണേ ഗൈസ്? ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് സ്കിൻ കെയർസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അപ്ലോഡ് ചെയ്യില്ല. കാരണം എനിക്ക് വല്ല മാറ്റങ്ങളും ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം. ഇപ്പം ഞാൻ ഒരു 2 വീക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇപ്പോൾ വീഡിയോസ് അങ്ങനെ കണ്ടിട്ട് എല്ലാവരും പറയുന്നത് നമുക്ക് എന്തായാലും കുറച്ച് സ്കിൻ കെയറിന് വേണ്ടി നമ്മൾ ടൈം മാറ്റി വെക്കണം. അപ്പം എൻ്റെ ഫേസ് കാണാൻ വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ അതല്ല, അവരെ പറഞ്ഞു വലിയ സൗന്ദര്യം നല്ല കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് മറ്റേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതായത് ഇതുണ്ടോ, അതൊക്കെ പക്ഷെ ഇപ്പൊ ഒരുപാട് കുറഞ്ഞൂലേട്ടാ. പണ്ടത്തെ ഒരു വീഡിയോ ശരിക്കും എടുത്തേക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തൊക്കെ യൂസ് ആക്കണ പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ ഈ ഒരു മാസം ഇപ്പൊ 2 വീക്കായി, ഒരു 2 വീക്സും കൂടി കഴിഞ്ഞിട്ട് അതിനുശേഷം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇപ്പൊ എല്ലാരും പറയുന്നത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ, ക്ലിയർ സ്കിൻ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ പോലെ സൗന്ദര്യം ഉണ്ടാക്കാൻ നോക്കല്ലേ നമ്മളൊക്കെ നാച്ചുറലായിട്ട്. നമുക്ക് കാരണന്മാരായിട്ട് തന്ന സൗന്ദര്യമുള്ള കാരണം എനിക്ക് ഞാൻ എന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നല്ല, എന്റെ ഫേസിലേതാണ്ടോ ഈ കുത്ത് ബ്ലാക്ക്, അത് പിന്നെ മുഖത്തുണ്ടേ. പക്ഷെ എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു. ഇതെന്താ കയ്യില് ബക്കറ്റ് അവിടെ തന്നെ ചില നമ്മുടെ കഴുകുണ്ടോ.
ആ എന്താ മോങ്ങനാക്കണ് എന്ത് കൂട്ടാനാ അതില്? ഉരുളക്കിഴങ്ങ്. അതിലില്ലേ കുഞ്ഞവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യടാ സ്വത്ത ഗായ്സ് ബാഗിൽ നിന്ന് പേൻ എടുത്തോളാൻ പറഞ്ഞതാ. പേന തപ്പിയപ്പോ മിൽക്കി ബാർ കിട്ടി. ഈ മിൽക്കി ബാർ ഞാൻ ഇന്നലെ കണ്ണു വെച്ചതാ, ഞാൻ എടുത്തു. അതെ ഇത് പക്ഷെ ഇക്ക് വാങ്ങിയതാ, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. വേണ്ട മിൽക്കി ബാറും അങ്ങനെ ആക്കും പറയാ. എന്താ പറയാ. അപ്പൊ ഗൈസ് ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ പണികളുണ്ട്. കുറച്ച് കമ്മലിടുന്നു ഗൈസ്. എന്നാലും ഞാൻ കുറെ കിട്ടും. ഇന്നിപ്പോ നല്ല വെയിലായിരുന്നു, സൺഡേ കിട്ടും. ഇത് ഞാൻ വെച്ചാൽ നല്ല മഴയൊന്ന് കുറെ നേരം ഉറങ്ങാന്നൊക്കെ. രാവിലെ മുഖത്തേക്ക് വെയിലടിച്ചിട്ടാ നീച്ച തന്നെ. എന്താ 10 മണി വരെ ഉറങ്ങിട്ട് കുറെ നേരമായി. ഡാഡ പിടിച്ചരാം. അമ്മ കൂട്ടിക്കിട്ട അമ്മ കരയണു പാവം. നോക്ക് മുഖം നോക്കാം നമ്മടെ പാവം സങ്കടപ്പെട്ടിരിക്കണം. നോക്കടാ കുഞ്ഞാ സങ്കടപ്പെട്ടിരിക്കുന്ന നോക്കി മുഖത്തേക്ക് നോക്കാം. അമ്മടെ മുഖത്തേക്ക് നോക്കണ്ട. എനിക്ക് വേണ്ട മിൽക്കി ബാറും. ചെറിയ കുട്ടിയല്ലേ അമ്മ. ഇവിടെ വീഡിയോ എടുക്കുമ്പോഴല്ല അവിടെ ഷെഫും നടന്നുകൊണ്ടിരിക്കും. ഇനി അവന് മാറ്റി പൊട്ടിക്കാൻ കൊടുക്കും. അതെന്താ ചിത്രം നോക്കട്ടെ. ഞാന് 2 മണിക്ക് ഈ ബോഡി ഒരു 2 മണിയൊക്കെ ആയി. കുറച്ചേരം കഴിഞ്ഞപ്പോ തന്നെ അപ്പൊ വീഡിയോയില് വരാൻ ഇഷ്ടമില്ലാത്ത ഒരാളാട്ടോ. വീഡിയോയില് വരാൻ ഒരു ഫോട്ടോ പോലും അവൾക്ക് എടുക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഞാൻ അവളുടെ സൗണ്ട് കേൾപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ അനിയത്തിയോട് കുറച്ചേരം സംസാരിച്ചും കൊണ്ട് ഞാൻ കുക്ക് ചെയ്യായിരുന്നു. കുക്ക് ചെയ്യുമെന്നല്ല കേട്ടോ ഗൈസ്. അപ്പൊ ഇതൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. ജസ്റ്റ് അതൊക്കെ എടുത്തൊന്ന് ചൂടാക്കുക അത്ര വേണ്ടിണ്ടായിരുന്നു. കാരണം ഇന്നലെ നൈറ്റ് പുറത്തുനിന്ന് ഫുഡ് ആയത് കാരണം എല്ലാം അധികമായി. അപ്പൊ വെറുതെ വേസ്റ്റ് ആക്കുന്ന വെച്ച് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് അതന്നെ കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ യൂഷ്വലി ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചൊന്നും അധികം കഴിക്കാറൊന്നുമില്ല. പക്ഷെ അധികമായത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ പിന്നെ നമുക്ക് ചെയ്യാൻ തന്നെയായിരുന്നു. ഫിഷ് ഫ്രൈ ചെയ്തു. അമ്മ പറഞ്ഞ കഥ പറയാണ്ടേട്ടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം ഇഷ്ടമാണോ ഗായ്സ്? ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ പോവാത്ത സ്ഥലങ്ങളും രാജ്യങ്ങളും ഉണ്ടായിരുന്നില്ല. രാജ്യമില്ല കേട്ടോ, അതിനെ തള്ളിയതാണ് ഈ സാധനം. ഈ കുഞ്ഞു സാധനത്തിന് വേണ്ടിയിട്ടേ ഇപ്പഴല്ല കേട്ടോ, ഇവള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്. അതാ എന്തിടാ ഗായ്സ് പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാ അപ്പക്ക് അപ്പൊ കാണിച്ചു കൊടുക്കട്ടെ ഈ നോക്കട്ടെ എന്താ ആക്കി നോക്കട്ടെ. അപ്പൊ ഈ സാധനത്തിന് വേണ്ടിട്ട് ഗായ്സ് ഇവള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ആദ്യം വാങ്ങിയപ്പോ സീസൺ ആയിരുന്നു, പിന്നെ കഴിഞ്ഞു. ഇതിനൊരു സീസണൊക്കെ ഉണ്ടല്ലോ. ആ പിന്നെ പോവാത്ത സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല. കുറെ അന്വേഷിച്ചു, അവസാനം കിട്ടിയില്ല ഒരു സ്ഥലത്തുനിന്ന്. എവിടുന്നോ ഒന്ന് കിട്ടി. അപ്പൊ കഴിക്കാൻ ചെയ്തില്ല കിട്ടിയ സമയത്ത്. അങ്ങനെ മസാല ദോശ തോന്നിട്ടൊന്നുമില്ല കേട്ടോ. പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലേ മസാല ദോശക്ക്. ഇത് ചാമ്പയ്ക്ക പിന്നെ എന്തായിരുന്നു കഴിച്ചത്? നമുക്ക് പുളിയായിരുന്നു കൂടുതൽ ഇഷ്ടം. അത് തുടക്കത്തില്, പിന്നെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ ലാസ്റ്റ് വന്നാകുമ്പോ എല്ലാം കഴിക്കാൻ തുടങ്ങി. ലൈഫിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ചമ്മന്തി ആയിരുന്നു. അതുപോലെ ഞാൻ നിർത്തും. കഴിഞ്ഞേ അക്കൂടെ എത്ര നേരം ഡ്രസ് ഇടാതെ നടക്കായിരുന്നു. വീഡിയോ എടുക്കാറുണ്ടപ്പോ വേഗം വന്നു. അമ്മ കൊണ്ടുവന്നേരി കുട്ടിക്ക്. ആ ഇവനും അവളുടെ സെയിം സ്വഭാവമാണ്. പുളി എരിവ് ആണ് കൂടുതൽ. എൻ്റെ പോലെ എരിവ് കൂടുതൽ, പക്ഷെ പുളി ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ആ കുട്ടിക്ക് അത് വായ പോവും. കുരു അവിടെ പൊട്ടിച്ചിട്ട് തരാം കേട്ടാ. ഉള്ളത്തെ കുരു തന്നെ ഗായ്സ്. എവിടെ നടക്കില്ല കേട്ടോ. എവിടെ നടക്കില്ല. കണ്ണെന്ന് വെള്ളം വന്നു. ആവോ നോക്കി നോക്കിയതാ. ഇന്നെ കൊണ്ട് പുളി നടക്കില്ല. എരിവാച്ച കുറച്ചധികം തിന്നും. ഞാൻ പുളിയൊക്കെ കഴിക്കട്ടോ, എന്നാലും കണ്ണെന്ന് വെള്ളം വന്നപ്പോ. ചാതിപ്പാടാ കളയല്ലേ. ഒരൊറ്റ സീനാണ് ഈ മിഠായി ഫുള്ള് കിട്ടും. വരെ ചോറ് വിളമ്പുക, ഇവിടെ വന്നിരിക്കുക.
ഇവിടെ അങ്ങനെ വന്നിരുന്നിട്ട് കഴിക്കാൻ അങ്ങനെ തുടങ്ങുക. അത്ര ഫീലേ ഉള്ളൂ. അപ്പൊ അമ്മ ചീത്ത പറയുക. അപ്പൊ ഈ സങ്കടപ്പെട്ട് തല താഴ്ത്തിരിക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പറയാം. വീഡിയോ വരുന്നുണ്ടോ ഷോർട്സ്? അപ്പം എന്നെ ഡാഡ പറയാ 2 മീൻ കൊടുക്കണേ കുട്ടിക്ക്. കുട്ടി മീനും മുട്ടിയും ചിക്കനും അല്ലാതെ ചോറ് കഴിക്കാത്ത കുട്ടിയാണ്. എന്നെ വിളിച്ച് കറണ്ട് പോയി ഗൈസ്. എന്തൊക്കെയാ ചോറിനെ? ചോറ് എന്താ ഇതെന്താ രസം? ഇതൊക്കെ ഒഴിക്കാന്ന് കാണിക്കേ. മീൻകറി ഇത് ഫോട്ടോ എടുക്കണേ. ഡേ ഇൻ മൈ ലൈഫിന്റെ തമ്പനയില് മീൻ വറുത്തത്, പെരി, എല്ലാം കൂടി അത് കഴിക്കുന്ന അപ്പൊ എല്ലാരും വിചാരിക്കുക ഇത് ഭാഗ്യത്തിൽ ഇവിടെ വെക്കും. ഒരു ഫോട്ടോ എടുക്കും. ഇത് വീഡിയോക്ക് വേണ്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അവിടെ ഇതാക്കിയത്. ഒരു ഫോട്ടോ എടുത്താൽ മതി. ഡേ ഇൻ മൈ ലൈഫിന്റെ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ പുറപ്പെട്ടിട്ട് റോഡിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വീഡിയോ എടുത്തില്ല എന്നുള്ളത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്, വള്ളവിനാട് ഹോസ്പിറ്റലിൽ. അന്നെന്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. ആ നിന്റെ ഡോക്ടർ ഒന്നും ഇല്ലാന്നാ പറഞ്ഞത് രാവിലെ വിളിച്ച് ചോദിച്ചപ്പോൾ. അക്കോനൊന്ന് കാണിക്കണം. അക്കോന് ചെറിയൊരു തൊണ്ടയടപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കണം. മെയിനായിട്ട് അതല്ല, അവൻ അപ്പി ഇടുന്നില്ല. ആ അത് കാണിക്കണം. അത് ഞങ്ങൾക്ക് മെയിനായിട്ട് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകേണ്ടത് കേട്ടോ. ഇപ്പോൾ അവിടെ പോയിട്ട് കാണാം. തിരക്കുണ്ടാവില്ല, ഉച്ചയ്ക്ക് ശേഷമല്ലേ, വലിയ തിരക്കുണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ പോയിട്ട് കാണിക്കാം. അപ്പൊ ഗൈസ് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതിന് ഇടയ്ക്ക് ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ട് കേട്ടോ. അത് വേറെ ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കണ്ണേട്ടൻ്റെ ഓഫീസിന്റെ ചെരുപ്പൊക്കെ കേട് വന്നിട്ടുണ്ടായിരുന്നു. അതും എനിക്കൊരു ചെരുപ്പൊക്കെ വാങ്ങി. ഒരു കുട്ടി കുട്ടി പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥിരം ഫുഡ് കഴിക്കാൻ പോകുന്നത് എത്തിയിട്ടോ ഞങ്ങൾ ഗൈസ്. അതെന്തായാലും കളറില്ലേ സാറിന്റെ. അപ്പൊ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങള് ഇവിടെ വൈൻഡപ്പ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് കഴിഞ്ഞു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ ഗൈസ്. പെട്ടെന്നാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചത്. കാരണം കുഞ്ഞാവ് വന്ന് കുഞ്ഞാവിനെ കളിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് എൻ്റെ അവസ്ഥ ഇങ്ങനെ മാറി. ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ അവസ്ഥ ഇങ്ങനെയായി മാറും ഗൈസ്. എനിക്ക് ശ്വാസം മുട്ടുള്ള കാരണം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല ഡോക്ടർമാരെയും കാണിച്ച് മാറിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട്